കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി എന്ന വാർത്തയും ഇന്ന് പുറത്തുവന്നു. അപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. വേലക്കുന്നിൽ കമല, ആനക്കമ്പയിൽ ത്രേസ്യമ്മ മാത്യു എന്നിവരാണ് മരിച്ചത്. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ ബസ് ഉയർത്താനുള്ള ശ്രമം അത് നേരത്തെ താൽക്കാലികമായി നിർത്തിയിരുന്നു. ഇപ്പോഴെന്താണ് തീരുമാനം? ആരും മിസ്സിംഗ് അല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെ? ആശുപത്രിയിൽ നിന്നാണെങ്കിൽ 2 പേരുടെ നില ഗുരുതരം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരം. ആശുപത്രിയിൽ നിന്നെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പുതിയ വിവരങ്ങൾ എങ്ങനെ, രാഹുൽ സുരേഷ്? ടി.കെ. പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴ പാലത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടക്കുന്നത്. തിരുവമ്പാടിയിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് പാലത്തിന്റെ കൈവരി തകർത്ത ശേഷം തലകീഴായി ഈ പുഴയിലേക്ക് മറിഞ്ഞത്. 45ഓളം യാത്രക്കാരായിരുന്നു ഈ ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആനക്കാമ്പോയിൽ സ്വദേശിയായിട്ടുള്ള ത്രേസ്യമ്മ മാത്യു, തിരുവമ്പാടി സ്വദേശിയായിട്ടുള്ള വേലാംകുന്നേൽ കമല എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അപകടത്തിന് തൊട്ട് മുമ്പ് ഈ ബസ് ബ്രേക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടതല്ല ഈ അപകട കാരണം എന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പുള്ളത്. മാത്രമല്ല, ബസിന്റെ ടയറുകൾക്ക് കാലപ്പഴക്കം ചെന്നിട്ടുമില്ല. അതുകൊണ്ട് കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സർക്കാരിലേക്ക് അടിയന്തര റിപ്പോർട്ട് കൈമാറും എന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും അറിയിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലത്തിന് കൈവരി ഇല്ല എന്നത് തന്നെയാണ്. ഈ ഒരു കൈവരി ബസ് അപകടത്തിൽ തകർന്നു. പക്ഷേ മറ്റൊരു കൈവരിയും ഈ പാലത്തിനില്ല. അത് നേരത്തെ തന്നെ തകർന്നതാണ് എന്ന് ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഈ പാലത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1966 പണിത ഒരു പാലം കൂടിയാണ്. അതിൻ്റെ ഒരു കാലപ്പഴക്കമുണ്ട്. ഇനി ബസ് ഉയർത്തുന്നത് നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ബസ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നാളേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു അപകട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ താൽക്കാലികമായി കൈവരി നിർമ്മിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് അവഗണിച്ചാണ് ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും അതിദാരുണമായ സംഭവമാണ്. ആ സംഭവത്തിലാണ് 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ താമരശ്ശേരി DYSP കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഈ ബസ് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. എന്താണ് ഇനിയുള്ളൊരു അപ്ഡേഷൻ? ബസ് രാവിലെയാണ് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നത്. മരണപ്പെട്ട 2 പേരുടെ ഇൻക്വസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. കമല എന്ന് പറയുന്ന സ്ത്രീയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ത്രേസ്യമ്മ മാത്യു എന്ന് പറയുന്നവരുടെ ഇൻക്വസ്റ്റ് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മൃതദേഹം വിട്ടുകൊടുക്കൂലേ? അത് പോസ്റ്റ്മോർട്ടം നാളെ കഴിയും. പോസ്റ്റ്മോർട്ടം നാളെ രാവിലെ ഉണ്ട്. ടി.കെ. ഉച്ചയ്ക്ക് 2 മണിക്ക് അപകടം നടന്നു. പക്ഷെ മിന്നൽ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താനായി നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സംയുക്തമായി തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വലിയൊരു വ്യാപ്തി കുറയ്ക്കാനായി എന്നത് ആശ്വാസകരമാണ്. ടി.കെ. രാഹുൽ, ഈ അവിടെയുള്ള നാട്ടുകാരുടെയൊക്കെ പ്രതികരണം നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അവർ ചില പരാതികളൊക്കെ ഉയർത്തുന്നുണ്ട് ഈ പാലത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ. യാത്രക്കാരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവർ എന്തെങ്കിലും പ്രതികരിച്ചിരുന്നോ, രാഹുൽ? ടി.കെ. നിലവിൽ യാത്രക്കാരുമായും ബസ് ഡ്രൈവറായും കണ്ടക്ടറായും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരൊരു അപകടത്തിന്റെ ആ ഒരു ഷോക്കിലാണ്. അതുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ചിലരുമായി പോലീസ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിനോട് പറയുന്നതും മുമ്പ് നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപകടത്തിന് തൊട്ട് മുമ്പ് ബ്രേക്ക് ചെയ്തതായി അവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ നാട്ടുകാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായ ഒരു നല്ലൊരു കൈവരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അപകടം ചിലപ്പോൾ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം 1966 നിർമ്മിച്ച പാലമാണ്. പലതവണ നിവേദനത്തിലൂടെയും അല്ലാതെയൊക്കെ ഈ നാട്ടുകാർ ഈ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം അറിയിച്ചതാണ്. പക്ഷേ അപ്പോഴും ആ നിർദ്ദേശം, ആ ഒരു പരാതി അവർ അവഗണിച്ചിരുന്നു. അതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനിയെങ്കിലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് പറയുന്നത്. കാരണം നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതാണ്. വൈകിട്ട് ഈ അപകടം ഉച്ചയ്ക്കാണ്. പക്ഷേ അതൊരു വൈകുന്നേരമായിരുന്നെങ്കിൽ കൂടുതൽ അപകടത്തിന്റെ വ്യാപ്തി ഇരട്ടിയാക്കിയാനെ. എന്താണെങ്കിലും പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ടി.കെ.
ശരി, അപകടത്തിൽ 2 സ്ത്രീകൾക്കാണ് ജീവൻ നഷ്ടമായത്. വേലക്കുന്നിൽ കമല, ആനക്കാമ്പൊയിൽ ത്രേസ്യാമ്മ മാത്യു എന്നിവരാണ് മരിച്ചത്. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ അപകടമാണ് ഉണ്ടായത്. 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. ഈ ബസ് ഉയർത്താനുള്ള ശ്രമം അത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. നാളെയാണ് അത് പുനരാരംഭിക്കുക എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുമുണ്ട്.